ഇപ്പൊ മാഷ് പറയാറുണ്ട് ഞാനൊരു അഗ്നോസ്റ്റിക് ആണെന്ന് പറയാറ്. അതേസമയം തന്നെ മാഷ് പലപ്പോഴും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഉമ്മയുടെ മതത്തെ പുണരുകയും ബാപ്പയുടെ മതത്തെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല് മതങ്ങളില് ഇപ്പൊ മതം എന്നുള്ള വാക്കാണെങ്കിലും ഇപ്പൊ സൂഫിസം എന്നുള്ള വാക്കാണെങ്കിലും പലതരത്തിൽ എന്താ പറയാ വ്യാഖ്യാനിക്കപ്പെട്ട് കുറെയൊക്കെ നഷ്ടപ്പെടുത്തുകയും ആ രൂപത്തിൽ എന്താ പറയാ ഒരു വികലമായിട്ട് കിടക്കുന്ന ഒരു സാധനം. അപ്പൊ യഥാർത്ഥ മതത്തിൽ എന്തെങ്കിലും മൂല്യങ്ങൾ ബാക്കിയുണ്ടോ? അല്ലെങ്കിൽ മതം കൊണ്ട് ഇനി ഒരു ആവശ്യമുണ്ടോ? മതം ആവശ്യമുണ്ടോ എന്ന് ഞാനൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. എനിക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ തീരുമാനിക്കാം. സുഹൈലിന് മതം വേണമെന്ന് സുഹൈൽ തീരുമാനിക്കാം. അപ്പോൾ ഞാനൊരു കാര്യം പറയും, നിങ്ങളുടെ മതം കൊണ്ട് വേറെ ഒരാളുടെ അവകാശങ്ങളോ സ്വാതന്ത്ര്യമോ സൗകര്യമോ നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞു. എന്താ വെച്ചാൽ ഇപ്പോ നിങ്ങൾ ചോദിച്ചത് അപ്പോ മത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള കർക്കശനായിരുന്നു എന്റെ പാപ്പ. അപ്പൊ വളരെ തമാശയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇതിൽ ഭയങ്കര കാക്കശ്യ. അപ്പൊ അത് ചെറുപ്പത്തിലൊക്കെ എനിക്കൊക്കെ ധാരാളം അടി കിട്ടും, ധാരാളം ചീത്ത കിട്ടും. ഉമ്മയ്ക്കാണെങ്കിൽ ഉമ്മ വലിയ ഭക്തയാണ്, പക്ഷെ അവർക്ക് എപ്പോഴും അതിന്റെ കാരുണ്യത്തിൽ അവരുടെ ശ്രദ്ധ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ 1984 ഈ റമദാൻ 27 ഞാൻ അന്ന് കഴബയിലാ. അപ്പൊ ഞാൻ കഴബയില് തറാവി തുടങ്ങി. അപ്പം അവിടെ 2 റക്അത്ത് നിസ്കരിച്ചാൽ 1 ലക്ഷം റക്അത്ത് നിസ്കരിച്ച കൂലിയാന്നൊക്കെ പറയും. അപ്പൊ ഞാൻ 2 റക്അത്ത് വെച്ച് എന്റെ കൂടെ എനിക്ക് 1 ലക്ഷം ആയോ മതി, ഞാൻ പുറത്തേക്ക്. ഞാൻ അവിടെയൊക്കെ കാണാൻ പോയത്, എനിക്ക് വിശ്വാസമായിട്ട് പോയത്. അപ്പോ ഒരു സ്ത്രീ കാണാതായ അവരുടെ മകനെ ഇങ്ങനെ കൂടെ 2 കുട്ടികൾ, പിന്നെ അവരുടെ ഭർത്താവ് പാകിസ്ഥാനികളാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയെ കണ്ടു കിട്ടുന്നവരെ അവരുടെ കൂടെ നിന്നു. അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ റമദാൻ 27 കഴബയിലായിരുന്നു. അവിടെ 20 റക്അത്താണ് തറാവി. ഞാൻ പറഞ്ഞു 2 റക്അത്ത് തറാവി നിസ്കരിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ രംഗം കണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയില്ല. ഞാൻ അവരുടെ കൂടെ ഞാൻ പോയി. അല്ല, ഞാൻ നിസ്കരിച്ചതന്നെ ആ ഒരു അനുഭവത്തിൽ കൊണ്ട് നിസ്കരിച്ചല്ലാതെ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അല്ല, ഞാൻ ഇവരുടെ കൂടെ ആയിരുന്നു, ഞാൻ പള്ളിയിലേക്ക് പോയില്ല, ഹറമിലേക്ക് പോയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ ബാപ്പയോടെ പറഞ്ഞു ഇത് കാരണം ഹറമിൽ പോവാണ് പ്രധാനം എന്നാണ് ബാപ്പയുടെ ആ ചിട്ട. കാരണം റമദാൻ 27 അന്ന് ലൈലത്തുൽ ഖദർ ഒക്കെ നിങ്ങൾ വിശ്വാസം. ഉമ്മ പറഞ്ഞത് നന്നായി, വലിയ വ്യത്യാസം അല്ലേ. ഇതിപ്പോ ഞാൻ ഒരു അനുഭവം പറഞ്ഞു, ഇങ്ങനെ എന്റെ ജീവിതത്തിലുടനീളം അനുഭവം. അപ്പോ ഉമ്മയിൽ ഒരിക്കലും ഈ കാർക്കശ്യം ഞാൻ കണ്ടു. ഈ മതം ചെലുത്തിയ കാർക്കശ്യമില്ല. അപ്പൊ എന്നോട് നിസ്കരിക്കാനൊക്കെ പറയും. അപ്പൊ ഞാൻ അതിനെ പറ്റിയൊക്കെ തമാശയായിട്ട് പറഞ്ഞു. അങ്ങനെ അപ്പോ ഈ മതം കൊണ്ട് ആവശ്യമുണ്ടെന്ന് ഓരോ വ്യക്തിയും ആലോചിക്കുന്നതാണ്. വേണ്ടവർ എടുത്തോട്ടെ, കുഴപ്പമില്ല. പൊതുവില് മതത്തിന് ഇങ്ങനെ അല്ല അങ്ങനെയല്ല. ഈ മതത്തിന്റെ കാര്യം എന്ന് വെച്ചാല് അത് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പരിഷ്കരിച്ചു പോകില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചെറിയൊരു ഉദാഹരണം. നിങ്ങളിപ്പം ഭർത്താവ് മരിച്ചു, അപ്പൊ എന്ത് വേണം? ആ സ്ത്രീ എന്ന് പറഞ്ഞാല് 4 മാസം 10 ദിവസം അവിടെ ഒരു റൂമിനകത്ത് മറ്റ് അന്യപുരുഷന്മാര് ശബ്ദം കേൾക്കാതെ, ഗന്ധം ഏൽക്കാതെ, വലിയ അന്യായാണ്. അപ്പൊ ഞാനൊരു മൂലിയാരോട് ചോദിച്ചത് എന്തിനാണ് അത് ദുഃഖാചരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഭാര്യ മരിച്ചാൽ ഭർത്താവ് ദുഃഖാചരിക്കും. അതില്ല. അപ്പൊ എന്നോട് എന്താ നീ എന്ത് പൊടണം, അവർക്ക് ഗർഭമുണ്ടല്ലോ എന്ന് അറിയണം. ഞാൻ പറഞ്ഞു ഗർഭമുണ്ടല്ലോ എന്ന് അറിയാനോ അവരുടെ മൂത്രം കിട്ടിയാൽ മതി, 2 മിനിറ്റ് കൊണ്ട് പറയാം. കണ്ടോ? അപ്പൊ നബിയുടെ കാലത്ത് ഈ ലബോറട്ടറി ഇല്ല.
മൂത്രം പരിശോധിച്ചാൽ ഗർഭമുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ ഗർഭമുണ്ടല്ലെന്ന് അറിയാനാണിത് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഗർഭമുണ്ട് നോക്കിയാൽ മതിയല്ലോ, മൂത്രം പരിശോധിച്ചാൽ മതി. ഇപ്പൊ ഞാൻ പറയാം, പ്രായമായ സ്ത്രീകൾ, ഗർഭപാത്രം എടുത്തു കളഞ്ഞ സ്ത്രീകൾ, മച്ചികളാണ്, വന്ധ്യകളാണ് എന്ന് തെളിഞ്ഞ സ്ത്രീകൾ, ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തൊരു കഷ്ടം നടിച്ചു നോക്കും. ഇപ്പൊ എനിക്ക് വളരെ വ്യക്തിയായിട്ട് വളരെ അടുപ്പുള്ള എന്റെ കസിൻ മൂത്തമ്മയുടെ മകൻ, ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ മരിക്കും. ഞാൻ ജർമ്മനിയിലാണ്. അപ്പൊ ഞാൻ ജർമ്മനിയിൽ വന്ന ഉടനെ ഞാൻ അവിടെ പോയി താത്തയെ കാണാൻ വേണ്ടി. അപ്പൊ നോക്കുമ്പോ അവള് ഇരട്ടി മുറിയില്ല. അപ്പൊ ഏറ്റവും അടുത്തുള്ള ഉദാഹരണം പറയും. അപ്പൊ എന്നിട്ട് ഞങ്ങൾ സംസാരിച്ചു. അവളകത്തും ഞാൻ ശബ്ദം കേൾക്കുന്ന ഹറാമാണ്. അപ്പൊ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീക്ക് ഒരു ആശ്വാസം കിട്ടില്ല എങ്ങനെയാ? അയൽക്കാരോ സഹപാഠികളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ വന്നിട്ട് ഇതൊന്നുമില്ല. എന്തൊരു കടുപ്പാന്ന് അറിയിച്ചു നോക്കൂ. ഇങ്ങനെ ഇതിലെ ഏത് സംഗതി വന്നാലും അത് എന്താണ് അതിന്റെ ഉള്ളിലെ രഹസ്യം, അതിന്റെ സിറ്, അതിന്റെ പൊരുള്, അതിന്റെ ഉത്സാഹം എന്താണെന്ന് ആലോചിക്കൂല. ഈ ആചാരമാണ് പ്രധാനമായിരിക്കും. ഇതാണ് ഇസ്ലാം മതത്തിന്റെ മാത്രമല്ല, ഹിന്ദു മതത്തിന്റെ എങ്ങനെയാ. അതായത് പഴയ ഒരു കഥയുണ്ട്. അതായത് രാജാവ് യാഗം നടത്തുമ്പോ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട പൂച്ച അവിടെ കയറി മറിച്ച് വലിയ പ്രശ്നം ഉണ്ടായി. അപ്പം രാജാവിന് ഈ പൂച്ചയോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ പൂച്ചയെ അവർ തൂണ പിടിച്ച് കെട്ടി. പിന്നെ അതിന്റെ കച്ചറ. പിന്നെ യാഗം നടത്തുന്നവരൊക്കെ ആദ്യം ഒരു പൂച്ചയെ പിടിച്ച് തൂണ കെട്ടി. ഇതാണ് ഈ ആചാരത്തിന്റെ കണക്ക്. ഇപ്പോ ഞാൻ വേറെ ഉദാഹരണം പറയാം. മക്കം 10 കഴിഞ്ഞപ്പോ നബി ബിലാലിനോട് ബാഗ് കൊടുക്കാൻ. ബിലാൽ ആരാണ്? ബിലാൽ ഒന്ന് കറുത്തവനാണ്, രണ്ട് ദരിദ്രനാണ്, ഒന്ന് അടിമയായിരുന്ന ആളാണ്. അത് വലിയൊരു സംഗതിയാണ് നബിയാ ചെയ്തത്. പക്ഷെ പിന്നെന്താ ഒന്നെന്നറിയോ? ബാഗ് കൊടുക്കുന്ന ഒരു മോശം പണിയാതായി പോയി. ബിലാലെടുത്ത് പണിയല്ലേ. അപ്പൊ നിങ്ങളുടെ നാട്ടില് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആൾ മുഖ്യം എന്ന് പറഞ്ഞ ആളായാലും ഏറ്റവും താഴെയുള്ള ആളാണ് കേട്ടോ. മറ്റേ ബാങ്ക് കൊടുക്കൂല. കാരണം അത് പാത്രം മോറുന്നത് ഒരു മോശപ്പെട്ട പണിയാണ്. എന്തുകൊണ്ട്? സ്ത്രീകൾ ചെയ്യുന്നതാണത്. സ്ത്രീ മോശം വിചാരിച്ചല്ലേ പാത്രം മോറുന്നത് മോശം നോക്കാൻ പറ്റും. ഇതാണ് എല്ലാ മതത്തിന്റെ സ്ഥിതി. അപ്പൊ നിങ്ങൾ അതിന്റെ ഉത്സാഹം എന്താണ്, പൊരുൾ എന്താണെന്ന് ആലോചിക്കാതെ അതിന്റെ തുണ്ട് മാത്രമായിട്ട് നടക്കുന്നത് അല്ലേ? അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോ എനിക്ക് പിന്നെ ഞാൻ 10-22 വയസ്സ് വരെ ഒരു ഭക്തനായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഈ യുക്തിവാദ പുസ്തകം വായിച്ചത്, ഞാൻ ഈ വായിച്ചൊക്കെ CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷ, അങ്ങനെ മതഗ്രന്ഥങ്ങളാണ് ഞാൻ അധികം വായിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ ഞാൻ വായിക്കുമ്പോ ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ഇതിലൊന്നും ഇപ്പം നിങ്ങള് കളവ് പറയരുത് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കളവ് പറയാൻ പാടില്ല. കളവ് പറഞ്ഞാൽ നിസ്കരിച്ചാൽ അള്ളാഹു പൂർത്തിവെച്ച പിന്നെ നിങ്ങൾ കളവ് പറയുക. നിങ്ങൾ അജ്നു എന്നെന്താ? ഉമ്മപ്പ പെറ്റ കുട്ടിയുടെ മാതിരി എല്ലാ പാപങ്ങളും തീർന്നു പിന്നെ പുതിയ പാപം ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് അലമ്പ് പോയൊരു അജ്ജ് ചെയ്താൽ മതി. അല്ല, ഇത് എന്ത് മതാത്? അപ്പൊ നിങ്ങൾ പാപം ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല, അള്ളാഹു ഗഫൂർ റഹീമാണ്, എന്നും പൊറുക്കുന്ന കരുണികനാണ് എന്നും വെച്ച് നിങ്ങൾ എന്ത് അന്യായം ചെയ്യും? എല്ലാവരും അന്യായം ചെയ്യേണ്ടതല്ല പറഞ്ഞത്. അന്യായം ചെയ്യുന്നവർക്ക് ഈ ദൈവവിശ്വാസം ഒരു തണലായിട്ട് മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കലും ഒരു ഒരു ചെറിയ മതപണ്ഡിതൻ എന്നോടൊരു കളവ് പറഞ്ഞു. ഞാനോട് പറഞ്ഞു, നിങ്ങൾക്ക് കളവ് പറയാം, നിങ്ങൾക്ക് പൊറുക്കാൻ ഒരാളുണ്ട്, എനിക്ക് കളവ് പറയാൻ പറ്റില്ല, പൊറുക്കാൻ ആളില്ല, ഞാൻ തന്നെ സഹിക്കേണ്ടി വരും കേട്ടോ. പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത്. ഞാനോട് പറഞ്ഞു, ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു കളവ് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തി സംസ്കരണത്തിന് മതം ആവശ്യമാണ് എന്ന് വിചാരിക്കുന്ന ആള് മതം അനുഷ്ഠിക്കട്ടെ, അല്ലെന്ന് എനിക്ക്. പക്ഷെ അതിൽ സാമൂഹ്യ ദ്രോഹം വരാൻ പാടില്ല. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അനന്തരാവകാശം അവളുടെ ആങ്ങളുടെ പകുതിയാ അല്ലെ? അന്യായാണെന്ന് എന്റെ അഭിപ്രായം. അത് മാറ്റാം. കാരണം നബി പറയുമ്പോ എന്താണ്? 1400 കൊല്ലം പോയി പറയുന്നത്. അപ്പൊ അന്ന് സ്ത്രീകൾക്ക് അനന്തരാവകാശം കൊടുത്തിട്ടുണ്ടാവില്ല അവിടെ. അപ്പൊ അനന്തരാവകാശം കൊടുത്തപ്പോ എന്റെ ബാപ്പ മരിച്ച് 40 ദിവസം സ്വത്ത് വരെയൊക്കെ ആയിരുന്നപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു, പെങ്ങൾക്ക് ഞങ്ങൾ അതേ ഓഹരി കൊടുക്കണം. അപ്പൊ എന്റെ ജ്യേഷ്ഠ അച്ഛനൊക്കെയോട് ചോദിച്ചു, കൊടുത്തു. ഉമ്മ വെച്ചപ്പോൾ അങ്ങനെ എന്താ അത് ചെയ്താൽ മതിയല്ലോ.
അതെങ്ങനെ നബിക്ക് എതിരാവല്, അതെങ്ങനെ ശരീരത്തിന് എതിരാവല്? പിന്നെ ഇപ്പോ ഒരാൾക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അയാളുടെ സ്വത്തില് അയാളുടെ ജ്യേഷ്ഠന്റെ അഞ്ചിന്റെ ആൺകുട്ടിയൊക്കെ അവകാശം വരും. കണ്ടോ, സ്ത്രീ വിരുദ്ധാണ് ഈ നിലപാടൊക്കെ. അപ്പോ ഞാൻ പറയുന്നത്, പിന്നെ ഞാൻ ആലോചിച്ചിട്ട് എനിക്കിപ്പോ സത്യം പറഞ്ഞാല് ദൈവം ഉണ്ടോന്നും ഇല്ലാന്നൊന്നും എനിക്ക് മനസ്സിലായി. ദൈവം ഉണ്ടെങ്കിൽ എനിക്കൊരു ഇറക്കടില്ല, ഉണ്ടാവുന്ന ഇല്ലെങ്കിൽ ഒരു ഇറക്കടില്ല. കാരണം ഞാൻ ജീവിക്കുന്ന ദൈവം ഉണ്ടോ നോക്കിയിട്ടല്ല. ഇപ്പൊ ദൈവം ഉണ്ട്, ഇപ്പൊ എന്നോട് ചെല്ലി ചോദിക്കും ഈ കപട ശിക്ഷ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? എനിക്കിപ്പോ ഈ ഇഹലോകത്ത് എന്തെല്ലാം ശിക്ഷ കിട്ടി. ഇപ്പൊ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് അപകടം ഉണ്ടായിരുന്നു. ഞാൻ ആരോട് പറഞ്ഞു, ഞാനിപ്പോ ഇവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചപ്പോ ആരുടെ ചോയ്സാ? അത് ഞാൻ തിരഞ്ഞെടുത്തല്ലോ. ഞാൻ പറഞ്ഞപ്പോ എന്നെക്കാൾ ആരോഗ്യവാനും സുന്ദരനും ഒക്കെ ആയിട്ട് ജനിക്കാമായിരുന്നേ, അല്ലേ? അപ്പൊ മമ്മൂട്ടി ഞാനൊരു പ്രായം, മമ്മൂട്ടിയുടെ സൗന്ദര്യം എനിക്കില്ലാത്തതിന്, ആരോഗ്യം എനിക്കില്ലാത്തതിന് എന്റെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ എനിക്ക് പല അസുഖങ്ങളും വന്നു, പല അപകടങ്ങളിലും പെട്ട ആളാണ്. ഞാനൊരു പ്രത്യേകിച്ച് കുറ്റം ചെയ്തിട്ടല്ല. അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നു. അതൊക്കെ പോലെ ദൈവത്തിന്റെ വിധിയാണെന്ന് പറയും. ചില യാദൃശ്യം, ഞാനിപ്പോ യാദൃശ്യാന്ന് വിചാരിക്കുന്നു. അതൊക്കെ അങ്ങനെ, ജീവിതം അങ്ങനെയാണ്, അതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാല് എനിക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നേരം കളയാൻ ഇല്ലാന്ന്. ദൈവം എന്തായിക്കോട്ടെ, ഇല്ല വേണ്ടത്. അതിപ്പം എനിക്കെപ്പോഴും ഓർമ്മ വരല് ബുദ്ധന്റെ ഒരു വചനമാണ്. അതേ പറയുന്നുണ്ട്, എന്റെ ആധി ദൈവത്തിന്റെ നിഗൂഢതയെ പറ്റിയല്ല, മനുഷ്യന്റെ ദുരിതങ്ങളെ പറ്റിയാണെന്ന്. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് ഗോഡ്, ഐ എം വറീഡ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് മാൻ. ബുദ്ധൻ അഗ്നോസ്റ്റിക് ആണ്, ദൈവമുണ്ടല്ലെന്ന് അറിയാത്ത ആളാണ്. ജവഹർലാൽ നെഹ്റു അഗ്നോസ്റ്റിക് ആണ്, ദൈവമുണ്ടല്ലെന്ന് അറിയാത്ത ആളാണ്. ബർട്രണ്ട് റസൽ വലിയ ചിന്തകനും എഴുത്തുകാരനാണ്, ബ്രിട്ടീഷുകാരൻ, കാംബ്രിഡ്ജിൽ പ്രൊഫസർ, അത് അഗ്നോസ്റ്റിക് ആണ്. അങ്ങനെ അഗ്നോസ്റ്റിക് ആയിട്ട് പലരും ഉണ്ട്. ഞാൻ പറഞ്ഞത് അഗ്നോസ്റ്റിക് ആയ ഒരേ ഒരാളല്ല ഞാൻ, പക്ഷെ വളരെ ന്യൂനപക്ഷം. മഹാഭൂരിപക്ഷ ആളുകള് തീയിസ്റ്റുകളാണ്, ആസ്തികവാദികളാണ്. ഒരു ന്യൂനപക്ഷം നാസ്തികരാണ്, എയ്തീസ്റ്റ് ആണ്. ന്യൂനാൽ ന്യൂനപക്ഷം അഗ്നോസ്റ്റിക് ആണ്. അത്രേ ഉള്ളൂ.